ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി അതിഗംഭീരമായിട്ടുള്ളൊരു കയറ്റം കയറി ഏകദേശം 320 പോയിന്റ് എത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നല്ലൊരു സപ്പോർട്ടായിരുന്നു. കുറച്ചും കൂടി പോയിന്റ് താഴ്ത്തി പ്രതീക്ഷിച്ചായിരുന്നു. ട്രേഡ് മോഡ് ഉണ്ടായിരുന്നില്ല, ട്രേഡ് മോഡ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഒരു സ്ഥലത്ത് ട്രേഡ് മോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടാൻ ഒരു 10-20 പോയിന്റ് ട്രേഡ് കിട്ടാമെന്നുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പക്ഷേ ഞാൻ എൻട്രി എടുത്തിരുന്നില്ല. എൻട്രി എടുക്കാതെ എൻ്റെ കാരണം പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് നെക്സ്റ്റ് ടൈമിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് രണ്ട് ടൂൾ ഉപയോഗിച്ചാൽ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ചെറിയൊരു വേരിയേഷൻ അല്ല, അവിടെ ഒന്ന് ഹെവി വേരിയേഷൻ വന്നത്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് മൂവ്മെൻറ്റ്സുകൾ കണ്ടുണ്ടാവുമല്ലോ. ഈ ഒരു മൂവ്മെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വേവ് ആണ് ഇപ്പം ടോപ്പിൽ വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ ഫോർത്ത് വേവ് ആണെന്ന് പറഞ്ഞിരുന്നു. ഫോർത്ത് വേവ് പൊതുവെ 38 to 50% മാക്സിമം, 38 മിനിമം കഴിഞ്ഞ് പിന്നെ നമുക്ക് മുകളിലേക്ക് നോക്കാം. അതുകൊണ്ടാണ് അവിടെ ട്രേഡ് മോഡ് അത് ഇല്ല എന്ന് പറഞ്ഞത്. കാരണം ഓൾറെഡി 38 കഴിഞ്ഞു. വന്നാൽ മാക്സിമം കിട്ടാവുന്ന സ്ഥലമാണ് ഇത്. ഇവിടെയൊക്കെ സപ്പോർട്ടുകളുള്ള ഏരിയ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ പമ്പിങ് തുടങ്ങി നമുക്ക് 26,500 വരെ കിട്ടാമെന്ന് പ്രതീക്ഷയുണ്ട്. അതിന് ഇത് വിട്ട് കാരണം ഇവിടുന്ന് കയറി തുടങ്ങണം. അതിന് ഇവിടെ ഒരു ബേസ്മെൻറ്റ് വരണം. ചെറിയ ക്യാൻഡിലുകൾ വരുമ്പോൾ അത് പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. ചെറിയ ക്യാൻഡിലൊന്നും വരലുണ്ടായില്ല. അതിശക്തമായിട്ടുള്ള പ്രതികരണമായിരുന്നു. ഇതിനകത്ത് ഒരു ട്രേഡ് മോഡ് ഞാൻ തന്നിരുന്നത് ട്രെൻഡ് ബെയറിഷ് ആയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു ഈസി ട്രേഡ് മോഡാണത്. ഇവിടെയൊക്കെ ഒരുപാട് തവണ ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുള്ള മോഡുകളുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഇവിടെ നിലവിൽ ഇങ്ങനെയൊരു ട്രേഡ് മോഡാണ് തന്നിരുന്നത് ഇന്നലെ. ഇതിൻ്റെ മുകളിൽ ടോപ്പിൽ എത്താണെങ്കിൽ ഇവിടുന്ന് ഒരു 10-20 പോയിന്റ് 30 പോയിൻറ്റിൻ്റെ ഒരു സ്കാർപ്പ്. അതൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാനിവിടെ എൻട്രി എടുത്തില്ല. കാരണം രണ്ട് ക്രൈറ്റീരിയ ഉണ്ട് ഇത് നോക്കണേ. ഇത് എടുക്കാനുള്ള സാധ്യത ഒന്ന് ഇതിൻ്റെ 78%, പിന്നെ ഒന്ന് ഒരു FVG കംപ്ലീറ്റ് ആയതാണ്, ഒരു ഫെയർ ഗ്യാപ്പ് വാല്യൂ ഫില്ല് ചെയ്തിട്ടുണ്ട്, പിന്നെ ഓർഡർ ബ്ലോക്ക് ഏരിയ ആണ്, പിന്നെ ഒരു ട്രെൻഡ് ലൈൻ മുകളിൽ നിന്ന് വരുന്നുണ്ട്. ഇങ്ങനെ ഇതെല്ലാം പുട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ മുകളിലേക്ക് പോകണതിന് ഒരു ടാർഗറ്റ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഒരു സൈസിങ് ഉണ്ട്. ഇപ്പോൾ ഇതുകൂടി ഇരുന്നോട്ടെ. ആ സംഭവത്തിനെ കൂടി നമ്മൾ കണക്കിലെടുക്കണം. അത് കണക്കിലെടുത്തിട്ടാണ് ഞാൻ എൻട്രി എടുക്കാറുള്ളൂ. ഞാൻ ഇവിടെ ഒരു ചെറിയ വേരിയേഷനൊക്കെ വന്നേക്കാമെന്നുള്ളൊരു ഊഹാപോഹത്തിലാണ് വിട്ടത്. ഈ ക്യാൻഡിൽ കണ്ടത് സസ്റ്റെയിൻ ചെയ്തു, ഹെവിയായി സസ്റ്റെയിൻ ചെയ്തു. നമുക്ക് ടാർഗറ്റ് നമ്മൾ എപ്പോഴും പിടിക്കുന്നത് ഒരു ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ് 38% പറഞ്ഞത്. 23 ഉള്ളൂ, ഹെവി ബൈയിങ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ 200 പോയിൻറ്റ് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ എൻട്രി എടുക്കില്ല. നമ്മൾ ഈ ടൂളിവിടെ വെച്ച് കഴിഞ്ഞാൽ അറിയാം. ഇതിങ്ങി ഇറങ്ങി വരികയാണെങ്കിൽ എന്നാൽ പോലും ഇത് ബ്രേക്ക് ചെയ്താൽ പോലും 200 ഇതിൻ്റെ മുകളിൽ നിൽക്കണം, 78ൻ്റെ മുകളിൽ നിൽക്കണം. അപ്പോൾ ഇവിടുന്ന് റീട്രേസ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് എൻട്രി എടുക്കാതിരുന്നത്. ഇത് രണ്ടും കൂടി മെർജ് ആവുന്ന സ്ഥലത്ത് മാത്രമാണ് ഈ എൻട്രി വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈനായി ബാക്കി മൂന്നും ഇവിടെ വരുന്നുണ്ട്. ഓർഡർ ബ്ലോക്ക്, FVG എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ഫിബ്രവരി വരുന്നുണ്ട്. ഇവിടെ നമുക്കിന്ന് രാവിലെ ഒരു കയറ്റം കയറിയിട്ട് ഒരു ഇറക്കം കിട്ടിയിരുന്നെങ്കിൽ ഈ 200 അടിയിൽ നിൽക്കും. ഇങ്ങനെ സാഹചര്യം വന്നാൽ എപ്പോഴും ഇത് റീട്രേസ് ചെയ്യും. മിനിമം 32% റീട്രേസ് ചെയ്യും. പക്ഷേ ഈ ടൂള് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഈ ടൂളിൻ്റെ മുകളിലേക്ക് വേണ്ടത് പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറി ഇത്രയും പവറിലാണ് നിൽക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ ഷോർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ബേസ്മെൻറ്റ് ഈ ഒരു ഏരിയയിൽ കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ ഈ രണ്ട് ടൂളും നോക്കി വെച്ചാൽ മതി. ഇങ്ങനെ കിട്ടുന്ന ഏരിയയിൽ നിന്ന് മാത്രം എൻട്രി എടുത്താൽ തന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെയൊക്കെ 78% റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കയറി വരുമ്പോൾ ഒരു 23 ഇവിടുത്തെ ബേസ്മെൻറ്റ് ക്ലിയർ ആയിട്ട് വന്നുള്ള സ്ഥലത്ത് കാണിച്ചത്. ഇതിൻ്റെ ബേസ്മെൻറ്റ് കണ്ടറിയാം. 200% ഇവിടെയാണ് നിൽക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്, ഈ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ നിൽക്കുന്നത്. അത് തന്നെ മതി നമുക്ക് എൻട്രി എടുക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ വീണോളും. ഇപ്പം നിലവിൽ ബെസ്റ്റ് ഒരു ട്രേഡ് മോഡ് ഉള്ളത് പറയാം. പക്ഷേ വലിയ പൈസ ഇറക്കരുത്. കാരണം സ്റ്റോപ്പ് ലോസ് വലുതാണ്, വലിയ ടൈം ഫ്രെയിമിലാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് അതുമേ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. കണ്ടോ, ഇത് തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയ ആണ്. 5th വേവിൻ്റെ ടാർഗറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ കയറി പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. താഴെ നിന്നുള്ള ബേസ്മെൻറ്റിൻ്റെ സൈസൊക്കെ കഴിഞ്ഞു, നോർമൽ സൈസൊക്കെ കഴിഞ്ഞു. ഇനിയൊരു കറക്ഷൻ എന്തായാലും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ കൺസോൾട്ടേഷനും വരാം, എന്തും വരാം. പക്ഷേ ഇതിൻ്റെ 78 കഴിഞ്ഞിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് ഏരിയ എത്തിയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ചെറിയതൊക്കെ വാങ്ങിച്ച് എക്സ്പയറി 2 ആഴ്ച അപ്പുറത്തേക്ക് എക്സ്പയറിൽ ഇടുന്നതാണ് കൂടുതലും നല്ലത്. സിമ്പിളായിട്ടുള്ള ടൂളുകൾ സിമ്പിളായിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ 10 എണ്ണമൊക്കെ എടുക്കണവരാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുത്തിട്ട് ഇട്ടാൽ മതി. ഹോൾഡ് ചെയ്യാനുള്ളതാണ് ഈ സംഭവം. താഴെ ഒരു
38% എന്ന് പറയുന്നത് ഈ 26,100 ഫോളോയിങ് ഡേയ്സിൽ വരുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഈ ഒരു പോയിന്റിൽ നാളെ ഇപ്പോൾ എവിടെ നിന്ന് ഓപ്പൺ ആണെന്ന് അറിയില്ല, ഈ ഒരു പോയിന്റിൽ കയറി തന്നെ ഒരു 100 പോയിന്റ് ഉണ്ടാവും. ചിലപ്പോൾ അത് അതിലും കൂടുതലൊക്കെ ഇടിഞ്ഞു പോരും, കാരണം ഇത് മൊത്തത്തിൽ ഫില്ല് ചെയ്യാനാണ് പോയിരിക്കുന്നത്. ഒറ്റയടിക്ക് അങ്ങനെ പമ്പ് ചെയ്ത് 26,500 വരെ പോകുമെന്ന് കരുതുന്നില്ല. അപ്പോൾ എന്തായാലും അതിന് ബ്രേക്ക് ഇട്ടിട്ടേ പോവുള്ളൂ. ഇപ്പോൾ 100 പോയിന്റിൽ നിന്ന് താഴ്ത്തേക്ക് വരും എന്ന വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. കാരണം താഴെ നിന്നുള്ള ബേസ്മെൻറ്റ് നോക്കിയാലും അത് പുഷ് ചെയ്തിരിക്കുന്നത് അധികം സൈസ് ഇല്ല, അതിൻ്റെ സൈസൊക്കെ ഓവർ സൈസായി പോയിട്ടുണ്ട്. താഴെ പോയി നോക്കിയാൽ കാണാം ആ ഒരു ക്യാൻഡിലിൻ്റെ പവറൊക്കെ തീർന്നു. ഇപ്പം അത് ഒരു ഫോളോയിങ്ങിൽ അവർ കയ്യും വിട്ടിരുന്നൊരു പോക്കാണ് പോയത്. എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുകയാണ് ടോപ്പ് എത്തുന്നവരെ. അത് ഒരു ഓർഡർ ബ്ലോക്ക് ഫില്ലിംഗ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ നാളെയൊക്കെ ചിലപ്പോൾ പൊട്ടി വീഴാം, അല്ലെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടായാലും താഴ്ത്തി വരാം ഫോളോയിങ് ഡേയ്സിൽ, എന്നിട്ട് കയറാൻ വഴിയുള്ളൂ. അപ്പോൾ നമുക്കിതൊരു നല്ല ട്രേഡ് മോഡാണ്. ചെറിയ റിസ്ക് എടുത്തിട്ട് വേണമെങ്കിൽ സിംഗിൾ ലോട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കിട്ടുന്നത് പ്രോഫിറ്റ് നല്ല ഓപ്ഷൻസാണ്. അപ്പോൾ ഇതിൽ എത്രയേ ഉള്ളൂ, വേറെ ഇപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഷോർട്ട് ഫോമിൽ പോയിട്ടൊന്നും നോക്കാനില്ല. ചെറിയൊരു ഷോർട്ട് സൈസിലും ഇതിലൊന്നും നോക്കാനില്ല, കാരണം ഓൾറെഡി വലിയൊരു സൈസിൽ നിൽക്കുന്ന നമ്മൾ ബെയറിഷ് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ, മുകളിലേക്ക് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് റീടെസ്റ്റ് ഒക്കെ ചെയ്ത് കയറിയാൽ മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിനെ പുഷ് ചെയ്യാൻ സൈസുള്ള ഇതുകളൊന്നുമില്ല. ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സൈസ് കഴിയുമ്പോഴും റിവേഴ്സിലേക്ക് വലിച്ചു കയറ്റാണ്. അതായത് ഒന്നിൻ്റെ മുകളിൽ കൂടെ ഒന്നായിട്ട് കയറി വരുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിലൊരു 200% ഒക്കെ താഴെ എത്തി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു റീടെസ്റ്റ് ഒക്കെ നടത്തി ഇറങ്ങി ഇത് പൊട്ടിയാണ്. പക്ഷേ ഇത് അതിന് പകരം കയറ്റി ഇതിനെ ഇൻവാലിഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം പിന്നെയും ഇത് താഴത്തേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പല സമയത്തായിട്ട് പല ബേസ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടും ഈ 200% 1 ലെയറുകൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അത് പുഷ് ചെയ്ത് കയറി പോവുക. പക്ഷെ മാർക്കറ്റ് വീക്കായി വരും ഇത്രയും ടോപ്പ് എത്തിക്കഴിയുമ്പോൾ. ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ സ്വഭാവം വെച്ചാൽ ഈ ടോപ്പ് എത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ മാത്രമല്ല, ചെറിയ ടൈം ഫ്രെയിമുകളിലും ഇതുപോലത്തെ ബേസ്മെൻറ്റ് ഈ ബേസ്മെൻറ്റ് സൈസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ 261% എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇറങ്ങും. അതായത് ഈ 32 അതിനേക്കാൾ നന്നായിട്ട് ഇറങ്ങി പോരേണ്ടതാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാർക്കറ്റിൽ കാണാമെന്ന് പറയാം.